എല്ലാവർക്കും നമസ്കാരം. മെയ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ IPL 2024 ഏറെ പ്രതീക്ഷകളോടെ വന്ന താരമായിരുന്നു രാജസ്ഥാൻ റോയൽസിൻ്റെ യുവ സ്റ്റാർ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ യശസ്വി ജയ്സ്വാൾ. 2022 മുതൽ നമുക്കറിയാം ജോസ് ബട്ട്ലർക്കൊപ്പം രാജസ്ഥാൻ റോയൽസിൻ്റെ ഓപ്പണിങ്ങിലെ നെടും തൂണാണ് ഈ യുവതാരം. കഴിഞ്ഞ IPL ശേഷം അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറ്റം കുറിച്ചിരുന്നു. ഏറ്റവും IPL തൊട്ട് മുൻപ് നടന്ന ഇംഗ്ലണ്ടിനെതിരെ ടെസ്റ്റ് പരമ്പരയിൽ 2 ഡബിൾ സെഞ്ചുറി അടക്കം 700 മുകളിൽ റൺ സ്കോർ ചെയ്ത് ലീഡിംഗ് റൺ സ്കോററായിരുന്ന താരമായിരുന്നു യശസ്വി ജയ്സ്വാൾ. എന്നാൽ IPL 2024 ആദ്യ രാജസ്ഥാൻ റോയൽസിൻ്റെ നമുക്കറിയാം കഴിഞ്ഞ ദിവസം നടന്ന പോരാട്ടത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ തോൽവി വഴങ്ങിയതോടുകൂടി രാജസ്ഥാൻ്റെയും ആ ഒരു അപരാജിത കുതിപ്പ് തകർന്നിട്ടുണ്ട്. 5 മത്സരങ്ങൾ കഴിയുമ്പോൾ ഒരു അർദ്ധ സെഞ്ചുറി പോലും കുറിക്കാത്ത താരമായി മാറിയിരിക്കുകയാണ് യശസ്വി ജയ്സ്വാൾ. സീസൺ ഓപ്പണിംഗ് മാച്ചിൽ ലക്നൗ സൂപ്പർ ജയൻസിനെതിരെ 12 പന്തിൽ 24, ഡൽഹിക്കെതിരെ 7 പന്തിൽ 5, മുംബൈക്കെതിരെ 6 പന്തിൽ 10, RCBക്കെതിരെ അക്കൗണ്ട് തുറക്കും മുൻപ് 2-ാം പന്തിൽ പുറത്ത്. ഒടുവിൽ കഴിഞ്ഞ ദിവസം ഗുജറാത്തിനെതിരെ സ്വന്തം തട്ടകമായ ജയ്പൂരിൽ നടന്ന പോരാട്ടത്തിൽ 19 പന്തിൽ 24. പല മത്സരങ്ങളിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു വിക്കറ്റ് നോക്കുകയാണെങ്കിൽ ഓവർ അഗ്രസീവായി ആദ്യ പന്ത് മുതൽ തന്നെ കളിക്കുന്ന യശസ്വി ജയ്സ്വാളിനെയായിരുന്നു നമ്മൾ കണ്ടത്. അതിനുള്ള മറുപടി അല്ലെങ്കിൽ അതിനുള്ള പ്രത്യാഘാതം തൊട്ടടുത്ത ഓവറുകൾ തന്നെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുമുണ്ട്. ആദ്യ 2 മത്സരങ്ങളിലും സ്ലോവർ ബൗൺസറുകളിലായിരുന്നു ഫീൽഡർക്ക് ക്യാച്ച് നൽകി ജയ്സ്വാൾ മടങ്ങിയത്. ആദ്യ പന്ത് മുതൽ തന്നെ നമുക്കറിയാം ടെസ്റ്റ് ക്രിക്കറ്റ് ഇംഗ്ലണ്ടിലെ ടെസ്റ്റ് പരമ്പരയിൽ പോലും ആ ഒരു ബാസ്ബോൾ സ്റ്റൈലിൽ നേരിട്ട് ആദ്യ പന്ത് മുതൽ തന്നെ ഒരു T20 സ്റ്റൈലിൽ കളിച്ച താരമായിരുന്നു യശസ്വി ജയ്സ്വാൾ. എന്നാൽ T20 ഫോർമാറ്റിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് ആ ഒരു മികവ് തുടരാൻ സാധിക്കുന്നില്ല. രാജസ്ഥാനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു ഡ്രോബാക്ക് തന്നെയാണ് യശസ്വി ജയ്സ്വാളിൻ്റെ ആ ഒരു ഔട്ട് ഓഫ് ഫോം. കഴിഞ്ഞ 5 മത്സരങ്ങളിൽ അവരുടെ ടീം എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും ലീഡിംഗ് റൺ സ്കോറർ റിയാൻ പരാഗ് എന്ന 4-ാം നമ്പർ ബാറ്റ്സ്മാനാണ്. പിന്നീട് സഞ്ജു സാംസൺ, അതോടൊപ്പം തന്നെ നമുക്കറിയാം ജോസ് ബട്ട്ലർ. ഈ ഒരു സീസൺ തുടക്കത്തിൽ തന്നെ രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഡ്രോബാക്ക് ആയിരുന്നു ഓപ്പണിങ്ങിലെ ഈ താരങ്ങളുടെയും ഔട്ട് ഓഫ് ഫോം. എന്നാൽ RCBക്കെതിരെ